ജോസ് കെ മാണി ഈ സോണിയാഗാന്ധിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം? അല്ല, അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അതല്ലേ നിങ്ങൾ അതല്ല വാർത്ത വന്നത് നിങ്ങളിൽ നിന്നാണ് വന്നത്. നിങ്ങൾ പറ എവിടെ വെച്ച് എപ്പോഴാണ് എങ്ങനെയാണ്, എന്നാലല്ലേ എനിക്ക് പറയൂ. നാളെ ഇപ്പം അമേരിക്കൻ പ്രസിഡന്റിനോട് നിങ്ങൾ ചർച്ച നടത്തിയോ എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ പോയി തെളിയിക്കാൻ ഇല്ലാന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അല്ല, ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം, കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത്. ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഉറച്ചതാണ്. കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തിനോടൊപ്പം മുഴുവൻ 5 MLA-മാരും ഉണ്ടാകും. കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഉള്ളത് എവിടെയാ? ഇവിടെ തന്നെയുള്ളൂ. പിന്നെ ഒരു കാര്യമുള്ളത്, കേരള കോൺഗ്രസ് 5 വർഷക്കാലം മുമ്പ് എടുത്ത ഒരു നിലപാട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടി 5 വർഷക്കാലം മുമ്പ് ഞങ്ങളെ പുറത്താക്കുക, UDF പുറത്താക്കുക ചെയ്തത്. പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം ഒരു നിലപാടെടുത്തു. ആ നിലപാട് ഉറച്ചതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഹാപ്പിയാണ്. അല്ലാതെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ജോസ് കെ മാണി നിലപാട് അല്പം വെള്ളം ചേർത്തത് എവിടെയേലും ഉണ്ടെന്ന് പറയാമോ? എവിടെയേലും എൻ്റെ സംസാരത്തിലോ എൻ്റെ ഇടപെടലിലോ അല്ലെങ്കിൽ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു ഇപ്പോൾ അപ്പുറത്ത് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു എവിടെയേലും ഉണ്ടോ? നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഈ സഭാ നേതൃത്വത്തിൽ ഒരു കാരണം കണ്ടെത്താൻ കഴിയാത്തതാണ് കേരളം. കാരണം എന്തിനാ? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം വേണ്ടോ? ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞ് പോയാൽ പോരെ. വ്യാജ വാർത്തകൾക്ക് പിറകിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഈ പുതിയ കനഗുരു സിദ്ധാന്തമൊക്കെ ഉണ്ടല്ലോ, ഇത്തരം വ്യാജ വാർത്തകൾക്ക് പിന്നിൽ എന്തെങ്കിലും? അല്ല, പുള്ളിയാണോ വ്യാജ വാർത്ത ഉണ്ടാക്കിയത്? അത് അങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിനോട് ചോദിക്കണം. സഭ ഒരു കാരണം വെച്ചും രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. സഭ ചില വിഷയങ്ങൾ ഏറ്റെടുക്കുമായിരിക്കും, സോഷ്യൽ ഇഷ്യൂസ്, ജനകീയ വിഷയങ്ങൾ. ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ഏത് കോമൺ ഇഷ്യൂ ആയിരിക്കും ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. പറഞ്ഞ് മനസ്സിലായില്ല. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസക്കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട് കേരള കോൺഗ്രസിനോടുള്ള കട്ടയ്ക്കുള്ള ഒരു കലിപ്പ്. അത് വെറും അസൂയം കൊണ്ട് മാത്രമാണ്. ആ ഒരുക്കെ അത് ചിലവരൊക്കെ ഞങ്ങളുടെ ജാതകം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കയ്യിലിരിക്കട്ടെ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, വിദേശത്തായിരുന്നു, പോസ്റ്റ് ഇട്ടു. അതിനകത്ത് കണ്ടന്റിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായി എന്തെങ്കിലും തെറ്റുണ്ടോ? അവിടെ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തിയെന്നല്ലേ ഉള്ളൂ. അത് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? എനിക്കുണ്ട്. ഏത്? അതല്ല ഇതല്ലേ പറഞ്ഞു. 1947 ഇന്ത്യക്ക് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. അത് ആരെഴുതും? അതിനെന്നാ? അത് തുടരുകയല്ലേ? അതിന് സംശയം എന്നാ? ഓരോരുത്തർക്കും ഓരോരുത്തർ സ്വാതന്ത്ര്യമുണ്ട്, അത് എഴുതും. കോട്ടയത്തിൻ്റെ പുറത്തല്ല ഈ വിവാദമൊക്കെ ഉണ്ടാക്കുന്നത് ആരാന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങളുടെ MLA ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങളൊരു തീരുമാനമെടുത്താൽ മുഴുവൻ ആളുകൾ ഒരുമിച്ചുണ്ടാകും. ആത്മവിശ്വാസം കേരള കോൺഗ്രസിന് എമ്മിനുണ്ട്, നേതൃത്വമുണ്ട്, എനിക്കും ഉണ്ട്. കുതന്ത്രങ്ങളാണോ ഇതിന്റെയൊക്കെ പിന്നിൽ? UDF-ന് ഒരു ആത്മവിശ്വാസ കുറവുണ്ട്, ഭരണം കിട്ടുകയില്ലെന്ന്. അപ്പൊ അതിന്റെ കൂടെ എല്ലാവരും പിന്നാലെ പോയി. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പം നമുക്കറിയാം. നമുക്ക് പാലക്കാടത്തെ കേസുണ്ട്, ശബരിമലയുടെ കേസുണ്ട്. അപ്പോൾ പുതിയൊരു കഥാനായകനെ കിട്ടണം, അപ്പം രാഷ്ട്രീയം തിരിച്ചുവിടണം. അതൊക്കെ കാണും. ഒരു കാര്യം കൂടെ, എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം ഇനി ചർച്ചയ്ക്ക് വരില്ല എന്ന് ഉറപ്പാണോ? അത് ചർച്ചയ്ക്ക് വരുമല്ലോ എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. നിങ്ങളല്ല ചർച്ചയ്ക്ക് എടുക്കുന്നത്, ഞാനല്ലല്ലോ ചർച്ചയ്ക്ക് എടുക്കുന്നത്. മാധ്യമങ്ങളല്ല ചർച്ച എടുക്കുന്നത്. നിങ്ങളെ ഉത്തരവാദിത്തം. ഒരു തരത്തിലുള്ള ചർച്ച നടന്നിട്ടില്ല എന്ന് തന്നെയല്ലേ? ഇനിയിപ്പോൾ അതിനെപ്പറ്റി വീണ്ടും ചർച്ച വേണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പല വിസ്മയങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്നാണ്. അങ്ങനെ പ്രതീക്ഷിക്കാം. അല്ല, അതിപ്പം നിങ്ങൾ ആ വിസ്മയം എന്ന് പറഞ്ഞ കേരള കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെയാണ് കൂട്ടി വായിച്ചു? അത് ടോട്ടലി ഭിന്നശേഷി കമ്മീഷൻ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നടപടികളിൽ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി ഇടപെട്ടിട്ടുള്ള കാര്യമാണ്. അത് പരിഹരിക്കേണ്ടതാണ്. തീർച്ചയായും അത് ജനകീയ വിഷയമാണ്. അത് സുപ്രീം കോടതിയിൽ കൃത്യമായി കേരള സർക്കാർ അവിടെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. NSSന് ലഭിച്ച അതേ രീതിയിൽ ഈ പറയുന്ന നിയമനം മറ്റുള്ള സംഘടനയ്ക്കും സിമിലർ ആയിട്ടുള്ള
കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനും കൊടുക്കണമെന്ന് അവിടെ അഫിഡവിറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ 100 പേര് ഇൻഡിവിജ്വലായിട്ട് അവിടെ SLP കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് കേസ് ഓരോരുത്തരും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ തരണം എന്ന് പറയുമ്പോൾ കോടതിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു. കോടതി പറഞ്ഞു നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം, പക്ഷേ കോടതിയെയും കൂടി അറിയിച്ച് ഞങ്ങളുടെ അനുവാദത്തോടു കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. കോടതിയെ അറിയിച്ചു, അഫിഡവിറ്റ് കൊടുത്തു. പക്ഷേ ആ കേസ് കോൾ ഫോർവേഡ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് നേരത്തെ തന്നെ അത് ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്. അത് അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവും. അതാണ് നിയമപരമായിട്ടൊരു വിഷയമാണ്. പക്ഷേ അത് എത്രയും പെട്ടെന്ന് അത് ഫോളോ അപ്പ് ചെയ്യണം. ഇന്നലെയും ബഹുമാനായ ലോ മിനിസ്റ്റർ ശ്രീ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി എന്നെ വിളിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നെ അറിയിക്കുകയും ചെയ്തു. ഇതൊക്കെ കൃത്യമായി ഇതിനകത്ത് ഞങ്ങൾ ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്.